ഈ കൂടിയൊരുവിൽ നാം സ്മരിക്കുന്ന ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, മാർത്തോമ സുറിയാനി സഭയുടെ ചരിത്രത്തിൽ അവിസ്മരണീയമായുള്ള സംഭാവനകൾ നൽകിയ സഭാപിതാവാണ്. ഓരോ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് ജനനം, ജീവിതം, മരണം, സ്മരണ, ഈ 4 ഘട്ടങ്ങളുണ്ട്. 2000 ആണ്ട് ജനുവരി 11 കാലയവനിക്കുള്ളിൽ മറഞ്ഞ മാർത്തോമ സഭയുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയെ നാം ഈ സമയത്ത് സ്മരിക്കുമ്പോൾ ഒരു സ്മരണയുടെ കാലഘട്ടത്തിലാണ് നാം തിരുമേനി ഓർക്കുന്നത്. സ്മരണ എപ്പോഴും വെല്ലുവിളിയാണ്. എന്തുകൊണ്ടാണ് ഈ 26 വർഷങ്ങൾ, 26ാമത്തെ ഈ സ്മാരക പ്രഭാഷണം അഭിമന്യ വലിയ മെത്രാപ്പൊലീത്ത അലക്സാണ്ടർ തിരുമേനിയുടെ സ്മരണ കാലത്തിനൊരു വെല്ലുവിളിയാണ്. ഈ കാലത്തിൻ്റെ നിറം കറുപ്പാണ് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, പെരുമ്പടവം ശ്രീധരൻ എന്ന സാഹിത്യകാരനാണ്. ഈ കാലത്തിൻ്റെ നിറം കറുപ്പാണ്. കറുപ്പിനെ ഭയപ്പെടുന്ന ഒത്തിരി ആളുകളുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. നേതാക്കന്മാരുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇവിടെ കാലത്തിൻ്റെ പ്രവാചക ശബ്ദം ഉയർത്തുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് 26 വർഷങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും 26 വർഷങ്ങൾ കഴിയുമ്പോൾ നാം സ്മരിക്കുന്ന കാലത്തിൻ്റെ പ്രവാചകൻ അഭിമന്യ അലക്സാണ്ടർ തിരുമേനി എഴുതിയ ആത്മകഥയാണ് ദൈവകൃപയുടെ തണലിൽ. ഈ പുസ്തകം ആദ്യോണന്ത ഒറ്റ ഇരിപ്പിലിരുന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. 87 സംവത്സരങ്ങളിലെ തൻ്റെ ജീവിത തീർത്ഥാടനത്തിൽ താതൻ നടത്തിയ വഴികളെയും നാഥൻ ചെയ്ത നന്മകളെയും എത്രയോ അനുഗ്രഹീതമായിട്ടതിൽ അനാവരണം ചെയ്തിട്ടുണ്ട് ദൈവകൃപയുടെ തണലിൽ. അതുകൊണ്ടാണ് സ്മരണ ഏത് കാലഘട്ടത്തിനും ഒരു വെല്ലുവിളിയാണ്. എന്താണ് ഈ കൂടിയൊരുവിൻ്റെ പ്രസക്തി? അതൊരു വെല്ലുവിളി ഉയർത്തുന്നതാണ്. അദ്ദേഹം എഴുതിയ ഹെറിറ്റേജ് ആൻഡ് മിഷൻ എന്ന പുസ്തകം ഈ കാലഘട്ടത്തിൽ സഭാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പാരമ്പര്യം, അതിൻ്റെ വളർച്ച, വിശ്വാസ പാരമ്പര്യം, അതിനെക്കുറിച്ച് വളരെ വ്യക്തത നൽകുന്നതായുള്ള ഒരു പുസ്തകമാണ്. അഭിമന്യ തിരുമേനിയെക്കുറിച്ച് സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം എപ്പോഴും എടുത്തു പറയുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീക ഔന്നത്യം എടുത്തു പറയത്തക്കതാണ്. ലാളിത്യം എന്നുള്ളതിന് ഭാഷാഭൂഷണിയിൽ സൗന്ദര്യം എന്നൊരർത്ഥമുണ്ട്. ലാളിത്യം സൗന്ദര്യമാണ്. അങ്ങനെ ലാളിത്യത്തിൻ്റെ ഒരു രാജകുമാരൻ ആയിരുന്നു തിരുമേനി എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ സൗന്ദര്യം നുകരുന്ന സന്ദർഭങ്ങളാണ് ഇതുപോലെയുള്ള സ്മരണ, അദ്ദേഹത്തിൻ്റെ സ്മരണ ഉണർത്തുന്നതായുള്ള സന്ദർഭങ്ങൾ. തിരുമേനിയുടെ ചിട്ടയായിട്ടുള്ള ആത്മീയ ജീവിതം ഏത് കാലഘട്ടത്തോടും സംസാരിക്കും. ഞാൻ വൈദിക സെമിനാരിൽ ടീച്ചിങ് സ്റ്റാഫിലായിരിക്കുമ്പോൾ 2000 ആണ്ട് ജനുവരി മാസം ആരംഭ ആഴ്ചയിൽ തിരുമേനി കുമ്പനാട് ആശുപത്രിയിൽ അഡ്മിറ്റാണ് എന്നറിഞ്ഞ് വളരെ സീരിയസ് ആണ് എന്ന് ഏറെക്കുറെ മനസ്സിലാക്കിയപ്പോൾ വൈദിക സെമിനാരിയിലെ അധ്യാപകർ ഒരുമിച്ച് അദ്ദേഹത്തെ കാണുവാൻ പോയി. സന്ദർശകരെ അധികം അനുവദിക്കുന്നില്ല എന്ന് കേട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആദ്യം പോകാതിരുന്നത്. പിന്നീട് എല്ലാവരും കൂടെ പോയി. അപ്പോൾ നമ്മുടെ ഓർത്തഡോക്സ് സഭയിലെ ഓസ്താത്യോസ് തിരുമേനി ഉച്ച സമയമാണ്, 2:30 മണിയാണ്, ഉറങ്ങുന്ന സമയമായിരുന്നു, കാണാൻ വന്നു. അപ്പോൾ വിളിച്ചുണർത്തി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ, ഓസ്താത്യോസ് തിരുമേനി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തിരുമേനിയെ കാണാൻ ചെന്നു. തിരുമേനി അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്, തൻ്റെ കിടക്കയിൽ കുറേ ധ്യാന പുസ്തകങ്ങൾ ഉണ്ട്. ഈ ധ്യാന പുസ്തകങ്ങൾ നെഞ്ചത്ത് വെച്ച് സൈൻ ചെയ്ത്
അവിടെ തന്നെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിനും നേഴ്സസിനും മെഡിക്കൽ സ്റ്റാഫിനും നൽകിക്കൊണ്ടിരിക്കുകയാണ് ധ്യാന പുസ്തകം. അവർക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുക. അതിൻ്റെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാലം ചെയ്തു. ആധ്യാത്മികതയുടെ ഔന്നത്യത്തിൽ നിലനിന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 50-ൽ പരം വർഷങ്ങൾ സഭയ്ക്ക് ഉദാത്തമായുള്ള രീതിയിൽ നേതൃത്വം നൽകിയ അഭിമന്യ തിരുമേനി 23 വർഷങ്ങൾ സഭയുടെ പരമാധ്യക്ഷൻ മെത്രാപ്പോലീത്ത എന്നുള്ള നിലയിൽ ഏറ്റവും അനുഗ്രഹീതമായുള്ള നേതൃത്വം അദ്ദേഹം നൽകിയിരുന്നു. ഒരിക്കൽ ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരു ദേവാലയത്തിൽ ഇടവയിൽ തിരുമേനി ഞായറാഴ്ച ശുശ്രൂഷിക്കുമെന്ന് ശനിയാഴ്ച എത്തി. ഒരു വീട്ടിലായിരുന്നു താമസം ക്രമീകരിച്ചിരുന്നത്. ആ വീട്ടിൽ അന്ന് വൈകിട്ട് ഉണ്ടായിരുന്ന എല്ലാവരും കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയാണ്. തിരുമേനിയാണ് നേതൃത്വം നൽകുന്നത്. എല്ലാവരും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണമെന്ന് തിരുമേനിക്ക് നിർബന്ധമായിരുന്നു. തിരുമേനി മുട്ടുകുത്തി നിൽക്കുകയാണ്. ഏതാണ്ട് 80 വയസ്സ് കഴിഞ്ഞ സമയമായിരുന്നു അത്. എല്ലാവരെ കൊണ്ടും വേദഭാഗം വായിപ്പിച്ച് തിരുമേനി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ആത്മീയതയുടെ ഔന്നത്യം ഉയർത്തിപ്പിടിച്ച അഭിമന്യ തിരുമേനി. മിഷൻ പ്രവർത്തനങ്ങളോടുള്ള തിരുമേനിയുടെ അഭിവാഞ്ച ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ മിഷണറി ബിഷപ്പായിരുന്നു തിരുമേനി കുറേ നാൾ. ഭാരതത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ദൈവവചനം എത്തിക്കണം, സുവിശേഷം എത്തിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. 80 വയസ്സായപ്പോൾ 80 സുവിശേഷകരെ ഭാരതത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിലേക്ക് അദ്ദേഹം അയച്ചു. എല്ലാ ഇടങ്ങളിലും സുവിശേഷം എത്തിക്കണമെന്നുള്ള അഭിവാഞ്ചയോടുകൂടി നിലനിന്ന ഒരു സഭാപിതാവായിരുന്നു. മിഷൻ പ്രവർത്തനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എക്യുമെനിക്കൽ ദർശനം. കാഴ്ചപ്പാടുകൾ വലുതാകുമ്പോൾ അതിർവരമ്പുകൾ വളരെ ചെറുതാകും. അതുകൊണ്ടാണ് യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ ശേഷം 12-ാം അധ്യായത്തിൽ താനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അത് തൻ്റെ മരണത്തെക്കുറിച്ച് യേശു പറഞ്ഞതാണ്. ദർശനം വലുതാകുമ്പോൾ അതിർവരമ്പുകൾ വളരെ ചെറുതാകുന്നു. ഭഗവത്ഗീതയിലെ വിശ്വദർശനം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ PhD തീസിസ്. ഇതര മതസമൂഹങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ വ്യക്തമായിരുന്നു എഴുത്തുകളിലൂടെ, തൻ്റെ പ്രസംഗങ്ങളിലൂടെ. നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ, കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ, ഇവയുടെയൊക്കെ നേതൃസ്ഥാനങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. എക്യുമെനിക്കൽ മേഖലയിൽ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള സംഭാവനകൾ ചെയ്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു തിരുമേനി. സാമൂഹ്യ പ്രതിബദ്ധത എല്ലാ രംഗങ്ങളിലും അദ്ദേഹം പ്രദർശിപ്പിച്ചു. 23 വർഷങ്ങൾ മാർത്തോമാ മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ അനുഗ്രഹീതമായിട്ടുള്ള നേതൃത്വം മാർത്തോമാ സഭയ്ക്കും ഇതര സഭാ സമൂഹങ്ങൾക്കും എക്യുമെനിക്കൽ മേഖലയിൽ നൽകുമ്പോൾ തന്നെ സാമൂഹ്യ പ്രതിബദ്ധത ചുറ്റുപാടുകളിൽ എത്രയോ സ്ഥാപനങ്ങൾ ആ സമയത്ത് വളർന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള സ്മരണ നമുക്ക് നല്ല ഓർമ്മകൾ നൽകുന്നതാണ്, അതോടൊപ്പം തന്നെ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. നാം സ്മരിക്കുന്ന അഭിമന്യ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി ഒരു ദൈവശാസ്ത്രജ്ഞൻ, ദാർശനികൻ, എക്യുമെനിസത്തിൻ്റെ വക്താവ് എന്നീ നിലകളിൽ ശോഭിച്ചിരുന്നു. ദൈവവചനം ജീവിതഗന്ധിയാക്കി സാക്ഷ്യത്തിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അദ്ദേഹം മുന്നേറിയിരുന്നു. നാം സാധാരണയായി കേട്ടിട്ടുള്ള വാചകമാണ് ട്രഡീഷൻ ഈസ് ദി ലിവിങ് ഫെയ്ത്ത് ഓഫ് ദി ഡെഡ്. ട്രഡീഷണലിസം ഈസ് ദി ഡെഡ് ഫെയ്ത്ത് ഓഫ് ദി ലിവിങ്. രക്ഷ സഹജീവികളോടുള്ള ബന്ധത്തിലാണ് പ്രാധാന്യമർഹിക്കുന്നത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. സഭയുടെ പാരമ്പര്യം വിശ്വാസത്തിൻ്റെ പാരമ്പര്യമായിരുന്നു. ദൈവവചനത്തെക്കുറിച്ചുള്ള മനസ്സിലാക്കലിൽ 2 വായനാ രീതികളുണ്ട്, റീഡിംഗ് ഉണ്ട്. ഒന്ന് പയറ്റിസ്റ്റിക് റീഡിംഗ് ആണ്, പ്രോഫറ്റിക് റീഡിംഗ് ആണ് രണ്ടാമത്തത്. പയറ്റിസ്റ്റിക് റീഡിംഗ് അദ്ദേഹം പ്രോഫറ്റിക് പ്രവാചക പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ദൈവവചനത്തെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നത്.
തൻ്റെ പ്രസംഗങ്ങൾ മുഴുവൻ ഈ പ്രവാചക പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടായിരുന്നു. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവിതാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ജീവിതം തന്നെ സാക്ഷ്യമാക്കി മാറ്റിയ, സന്ദേശമാക്കി മാറ്റിയ അഭിമന്യ അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി പൂർണ്ണ വിധേയത്വം സഭയുടെ നാഥനായിട്ടുള്ള കർത്താവിനോട് പുലർത്തിയതായിട്ടുള്ള തിരുമേനി തൻ്റെ വിശ്വസ്തമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള സമർപ്പണത്തിലൂടെ തൻ്റെ സാക്ഷ്യത്തിൽ ശുശ്രൂഷയിൽ മുന്നേറിയ തിരുമേനി പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉദാർത്ഥമായിട്ടുള്ള മാതൃകയായിരുന്നു. MT വാസുദേവനെക്കുറിച്ച് ഇപ്രകാരം ഒരു വാചകവും സാഹിത്യകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വായിച്ചു, അമിതമായ മിതഭാഷി. അമിതമായ മിതഭാഷി. അലക്സാണ്ടർ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയെ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം. എന്നാ എന്ന് ചോദിക്കും, ഇന്നതാ പറയും, ഇന്നടത്ത് പറ. അദ്ദേഹം പറയേണ്ടതാണെങ്കിൽ തിരുമേനി അപ്പോൾ പറയും. അദ്ദേഹം ഏത് കാര്യങ്ങൾക്കും ഉത്തരമുണ്ട്. അമിതമായ മിതഭാഷി ആയിരുന്ന തിരുമേനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അനുഗ്രഹീതമായുള്ള സാക്ഷ്യമാണ് ഈ കാലഘട്ടത്തിന് നൽകിയിരിക്കുന്നത്. ഈ കാലത്തിൻ്റെ നിറം കറുപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ കാലത്തിന് പ്രവാചക ശബ്ദം ഉയർത്തിയതായുള്ള തിരുമേനിയുടെ ജീവിതവും സന്ദേശവും ഈ കാലഘട്ടത്തിൽ മാർത്തോമാ സഭയോട് മാത്രമല്ല നാം ജീവിക്കുന്ന ഈ സമൂഹത്തിനും വെല്ലുവിളിയായി തീരട്ടെ.